ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, നോത്തള സെക്ഷൻ്റെ ശബത്ത് സ്കൂൾ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ മക്കളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിലെ 10ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പാഠത്തിൻ്റെ തലക്കെട്ട് യഥാർത്ഥ യോശുവ എന്നതാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് 1 കൊരിന്ത്യർ 10ാം അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യമാണ്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നമുക്ക് ചിന്തിക്കുവാനുള്ള ഈ പാഠത്തിൻ്റെ തുടർഭാഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടികളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും അവിടുത്തെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അടിയങ്ങൾക്ക് നൽകണമേ എന്നടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം പഠിച്ച് ദൈവിക ജ്ഞാനം ഉള്ളവരായി ഈ ലോകത്തടിയങ്ങൾക്ക് ജീവിപ്പാനും ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് നിലനിൽക്കുവാനും അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഈ പാഠം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. മനോമത കർത്താവ് എടുക്കണം. എല്ലാം അടിയങ്ങൾക്കായി ജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. യഥാർത്ഥ യോശുവ എന്ന് നാം വായിക്കുമ്പോൾ യോശുവയുടെ ജീവിതത്തിലെ അവസാന സമയത്തേക്ക്, അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന സമയത്തേക്ക് കടന്നു വന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. യഹോവയായ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തതിന് പ്രകാരം യോശുവയ്ക്ക് മോശ നൽകിയ നിർദ്ദേശം വാഗ്ദത്ത കനാനിൽ കടന്നു ചെന്നതിന് ശേഷം ആ വാഗ്ദത്ത കനാനിൻ്റെ ദേശം ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം യോശുവയുടെ മേൽ നിക്ഷിപ്തമായിരുന്നു. യോശുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലൊന്നും അതുതന്നെയായിരുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്രായേൽ ജനത്തെ ഒരു വാഗ്ദത്ത കനാനിലേക്ക് വഴി നടത്തുവാൻ മോശ മുഖാന്തരം ദൈവം തൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവരുടെ യാത്രയിൽ അവർക്ക് വേണ്ട എല്ലാ സഹായവും എല്ലാ സാന്നിധ്യവും യഹോവയായ ദൈവം നൽകി. അവരെ പരിപാലിക്കുവാനും അവരുടെ മേൽനോട്ടം വഹിക്കുവാനും അവരുടെ ഒരു ന്യായാധിപനായും പ്രവാചകനായും ദൈവം മോശയെ അവർക്ക് നൽകി കൊടുത്തു. ആ മോശയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തൻ്റെ ജനമായ ഇസ്രായേലിന് ചെയ്തു കൊടുക്കുവാൻ ദൈവം മോശയെ ചുമതലപ്പെടുത്തുകയും അതിന് വേണ്ട എല്ലാ സ്വർഗീയ ജ്ഞാനവും കൃപയും കഴിവും ദൈവം മോശയ്ക്ക് നൽകി. എന്നാൽ ഈ വാഗ്ദത്ത കനാൻ തൻ്റെ ജനമായ ഇസ്രായേലിന് വിഭാഗിച്ചു കൊടുക്കുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത് യോശുവയാണ്. യോശുവ ആ ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അത് ഒരു പ്രതീകാത്മകമായ മറ്റൊരു സംഭവത്തെ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഇന്ന് ആത്മീയ ഇസ്രായേൽ എന്ന ദൈവജനമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, തൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമെന്ന നിലയിൽ സ്വർഗീയ കനാനിലേക്ക് നമ്മളെ വഴി നടത്തുവാനും ആ സ്വർഗീയ കനാനിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യരാജ്യം നമുക്ക് സ്വന്തമായി നൽകുവാനും നമുക്ക് മുൻപിലുള്ള നമ്മുടെ നേതൃത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യോശുവ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശം വിഭാഗിച്ച് ഓരോ ഗോത്രങ്ങൾക്കും ദൈവം പറഞ്ഞ പ്രകാരം അത് വിഭാഗിച്ച് നൽകുവാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്ക് സ്വർഗീയ കനാനിലെ നമ്മുടെ അവകാശങ്ങളെ നമുക്ക് വിഭാഗിച്ച് നൽകുവാൻ, ആ സ്വർഗീയ കനാനിലേക്ക് നമ്മളെ വഴി നടത്തുവാൻ, ആ സ്വർഗീയ കനാനിൻ്റെ സൗഭാഗ്യങ്ങൾക്ക് നമുക്ക് നൽകിത്തരുവാൻ, ആ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുവാൻ ഇന്ന് നമ്മുടെ മുൻപിലുള്ള യോശുവ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യഥാർത്ഥ യോശുവ ആര് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ യഥാർത്ഥ യോശുവ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്.
യോശുവയുടെ പ്രവർത്തനങ്ങൾ, യോശുവയുടെ ഉത്തരവാദിത്വം, യോശുവയുടെ കർത്തവ്യം കർത്താവായ യേശുക്രിസ്തു നിർവഹിക്കുവാൻ പോകുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു നിഴലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകാത്മകമായ ഒരു സംഭവമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കുവാൻ തനിക്കൊരു ആലയം വേണം എന്ന് യഹോവ ആവശ്യപ്പെട്ട പ്രകാരം സമാഗമന കൂടാര ശുശ്രൂഷ തൻ്റെ ജനത്തിന് നൽകി കൊടുക്കുവാനും ആ സമാഗമന കൂടാര ആരാധന എങ്ങനെ ആയിരിക്കണമെന്നും അതിൻ്റെ വ്യവസ്ഥകൾ എന്താണ്, ആരാധനയുടെ രീതി എന്താണ്, അവിടുത്തെ യാഗങ്ങൾ എന്തൊക്കെയാണ്, ആ യാഗങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ വിശദീകരണങ്ങളും ദൈവജനമായ ഇസ്രായേലിന് ഉപദേശിച്ചു കൊടുത്തിട്ടാണ് സമാഗമന കൂടാരം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഉയർത്തുവാനും ആ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ മന്ദിരമായിട്ട്, ദൈവം വസിക്കുന്ന ഇടമായിട്ട് ദൈവജനത്തിൻ്റെ ഇടയിൽ നിലനിന്നു എന്നും ആ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീകം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നാം നേരിട്ട് മനസ്സിലാക്കാതെ ആണെങ്കിലും, നേരിട്ട് അങ്ങനെ തന്നെ അല്ല എങ്കിലും ആ സമാഗമന കൂടാര ശുശ്രൂഷയിൽ നടന്നിരുന്ന എല്ലാ ശുശ്രൂഷകളും, എല്ലാ യാഗങ്ങളും കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ആ ഭാഗം നമ്മൾ പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ നമ്മളത് പഠിച്ചിട്ടുള്ള സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇസ്രായേൽ ജനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും, അവരുടെ യാത്രയുടെ അവസാനമായ കനാനിലേക്കുള്ള പ്രവേശനവും ആ കനാന്റെ വിഭജനവും അവകാശങ്ങൾ അവർക്ക് നൽകി കൊടുക്കുന്നതും, ഇവിടെ നാം യോശുവയുടെ ചരിത്രം പഠിക്കുമ്പോൾ യോശുവ ആണ് എങ്കിൽ, ഇന്ന് നമ്മെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിന് ശേഷം, ഇസ്രായേലിൻ്റെ പ്രയാണത്തിന് ശേഷം ഇസ്രായേലിന് നൽകിയ വാഗ്ദത്ത ഭൂമി, ഈ ഭൂമിയിൽ അവർക്ക് യോശുവ അവകാശമായി വിഭാഗിച്ചു കൊടുത്തുവെങ്കിൽ, നമുക്ക് കർത്താവ് യേശുക്രിസ്തു ഒരുക്കുന്ന ഭവനം നമുക്ക് നൽകി തരുവാനും അവകാശമായി തരുവാനും ആ അവകാശത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനും ആ അവകാശത്തിൻ്റെ ഉടമകളായിട്ട് നമ്മെ ആ നിത്യ ഭവനത്തിലേക്കും നിത്യ രാജ്യത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നതും കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ യഥാർത്ഥ യോശുവ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്യുവാൻ പോകുന്ന തൻ്റെ ആ വലിയ ശുശ്രൂഷ, തൻ്റെ ജനത്തിന് ആ നിത്യഭവനം, ആ നിത്യരാജ്യം വിഭാഗിച്ച് കൊടുക്കുക എന്നതാണ്. അപ്പൊ ഈ യോശുവ അല്ലെങ്കിൽ മോശ ഈ ഭൂമിയിൽ ചെയ്ത ഈ പ്രവൃത്തികളൊക്കെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ ചൂണ്ടിക്കാണിക്കുന്നതും ആ ശുശ്രൂഷകളുടെ മുന്നോടിയായിട്ട് സംഭവിച്ച കാര്യങ്ങളുമാണ് നമുക്ക് ഈ ആമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം വേദപുസ്തക പ്രതീകാത്മകത എന്ന് നമ്മളൊരു അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പ്രതീകാത്മകമായിട്ട് നൽകിയിട്ടുണ്ട്. പല സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്, അനേക പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ അനേക കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതും അനേക മറ്റു കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതും, അത് നമുക്ക് മറ്റ് പല കാര്യങ്ങൾ വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും അത് ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂചകങ്ങളും ഈ പ്രതീകങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത്, എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ നമുക്ക് കഴിയില്ല എങ്കിലും, വേദപുസ്തക രചനയിൽ അവലംബിച്ചിട്ടുള്ള ചില പ്രത്യേക നിയമങ്ങളുടെയോ ചില പ്രത്യേക ആശയങ്ങളുടെയോ അവലംബത്തിൽ ഇതിനെയൊക്കെ, ഈ പ്രതീകങ്ങളെയും സൂചകങ്ങളെയും നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അതിനെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അത്തരത്തിലുള്ള അനേക പ്രതീകങ്ങളും സൂചകങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. അതിനെ കുറെ കൂടി ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച്
ആ വിശുദ്ധ വേദപുസ്തക രചനയോട്, ആ രചനയുടെ അടിസ്ഥാനത്തിൽ, അതിൻ്റെതായ പശ്ചാത്തലത്തിൽ, ആ രചിക്കപ്പെട്ട ആ കാലഘട്ടത്തെ, അന്നത്തെ വ്യവസ്ഥകൾ, രചനാ ശൈലി, അതിലെ വാക്കുകൾ, പദങ്ങൾ, അങ്ങനെ അനേക കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിത്തരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൂത് എന്താണ്, ആ ദൂത് നമുക്കെങ്ങനെ മനസ്സിലാക്കുവാനും നമുക്കത് ഉൾക്കൊള്ളുവാനും നമുക്കതിനെ പഠിക്കാനും കഴിയും എന്ന് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ദൈവത്തിൻ്റെ രൂപകൽപ്പന അനുസരിച്ച് അതിനനുസൃതമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, ഈ സൂചകങ്ങളും അതുപോലെ പ്രതീകാത്മകമായിട്ട് കൊടുത്തിരിക്കുന്ന പ്രതീകങ്ങളൊക്കെ ഇതിനെ കുറെ കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ നമ്മൾ സഹായിക്കുന്നതും ആണ് എന്ന് നമ്മളത് പഠിക്കുമ്പോൾ, അതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ദാവീദിനെ സംബന്ധിച്ച് പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും പുതിയ നിയമത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്നത് സങ്കീർത്തനം 22:1 രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് സങ്കീർത്തനം 22:1 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞ വാക്കുകളാണ്? എപ്പോൾ പറഞ്ഞ വാക്കുകളാണ്? ഇത് ആരാണ് ഉച്ചരിച്ചത്? ആരോട് പറഞ്ഞു എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഇത് സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ഈ വായിച്ചതുപോലെ, ഇപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ്. നമ്മളത് പഴയ നിയമത്തിലെ യെരമ്യാ പ്രവചനം 23:5 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉൽപ്പാദിപ്പിക്കുന്ന കാലം വരും, അവൻ രാജാവായി ആണ്, ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദാവീദിൻ്റെ നീതിയായുള്ള ഒരു മുളയായവൻ ആരാണ് എന്ന് നമുക്ക് അറിയാം. അത് പരാമർശിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ആണ്. ഈ പരാമർശമൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴും യെരമ്യാ പ്രവാചകന്റെ വാക്കുകളിൽ ദാവീദിന് നീതിയായുള്ള ഒരു മുളയായവനെ ഉൽപ്പാദിപ്പിക്കുന്ന കാലം വരും, അവൻ രാജാവായി വാണ്, ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ 19:24 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇതും ആരെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? ഇതെപ്പോൾ പറഞ്ഞ കാര്യമാണ്, ആര് പറഞ്ഞ കാര്യമാണ് എന്നും നമുക്കറിയാം. ഇപ്പൊ ഈ സങ്കീർത്തനത്തിലും യെരമ്യാ പ്രവചനത്തിലും യോഹന്നാന്റെ സുവിശേഷം 19:24 പറയുന്ന ഈ പ്രതിപാദ്യത്തിലെ വാക്കുകൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവർ പറയുന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെയും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അനേക സൂചകങ്ങളും പ്രതീകങ്ങളും അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതീകങ്ങളോ പ്രതിബിംബങ്ങളോ ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശദീകരിച്ച് പഠിക്കുമ്പോൾ, നമ്മളതിന് വിശകലനം ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ ആ എന്ത് ആശയമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളത് എന്നത് കുറെ കൂടി ആഴമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും എന്ന് നമുക്ക് ആ ഭാഗങ്ങൾ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് പുതിയ നിയമ എഴുത്തുകാർ, അല്ലെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങളിലെ എഴുത്തുകാർ വർത്തമാന കാലത്തെ അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന ആ സമയത്ത്
അവർ രേഖപ്പെടുത്തിയിട്ടുള്ള, അവർക്ക് ലഭിച്ചിട്ടുള്ള ആ വർത്തമാനകാല സത്യം അത് വെളിപ്പെടുത്തുവാൻ, അതിനെ പ്രസ്താവിക്കുവാൻ, അതിനെ വിശദീകരിക്കുവാൻ പലപ്പോഴും പഴയ നിയമത്തിലെ സൂചകങ്ങൾ ഉപയോഗിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവർക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അനേക വാക്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അനേക ഇടങ്ങളിൽ പഴയ നിയമത്തിലെ വാക്യങ്ങളും ഉദ്ധരണികളും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പല പേരുകളും വാക്കുകളും സംഭവങ്ങളും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും പഴയ നിയമത്തിലെ ആശയങ്ങളും ദൂതുകളും പുതിയ നിയമ കാലഘട്ടത്തിൽ അന്നത്തെ രചയിതാക്കൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയാൽ അവർക്ക് നൽകപ്പെട്ട തിരുവചനം രേഖപ്പെടുത്തുമ്പോൾ അതിന് കൂടുതൽ മികവും അർത്ഥവും ആഴവും ലഭിക്കാൻ പലപ്പോഴും പഴയ നിയമ സത്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം പുതിയ നിയമ എഴുത്തുകാർ അവരുടെ എഴുത്തുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ രചനയിൽ അതിൻ്റെ ആശയങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ, അത് ലിഖിതങ്ങളായിട്ട് രേഖപ്പെടുത്തുമ്പോൾ, അത് എഴുതിയ വ്യക്തികൾ വളരെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവർ ആണെങ്കിലും അവരാൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ തിരുവചനത്തിൽ യോജ്യമല്ലാത്ത, പരസ്പര വിരുദ്ധമായ ഒരു കാര്യങ്ങളും ഇല്ല എന്നും അതൊക്കെയും ഒരു ഏക സ്രോതസ്സിൽ നിന്ന് മൊത്തമായി ലഭിച്ച ഒരു അറിവിനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത വ്യക്തികൾ രേഖപ്പെടുത്തുവാനും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള തിരുവചനത്തിൽ പരസ്പര യോജ്യമല്ലാത്ത, പരസ്പരം ഒരുപോലെ പോകുന്ന, അല്ലെങ്കിൽ ഒരുപോലെ ആശയം നൽകുന്ന, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ദൂതുകളെ നൽകുന്ന വാക്കുകളും ആശയങ്ങളും ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ രചനയ്ക്ക് ആധാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൂതുകളാണ് എന്നാണ്. അതുകൊണ്ടാണ് അവ എല്ലാ വാക്യങ്ങളും അല്ലെങ്കിൽ വിവിധ പുസ്തകങ്ങളിലെ ആശയങ്ങളും പ്രതിപാദ്യ വിഷയങ്ങളും അത് ഒരേ തരത്തിലുള്ള, ഒരേ ലക്ഷ്യത്തിലേക്കുള്ള, ഒരേ ആശയം പ്രകടിപ്പിക്കുന്ന വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളായിട്ട്, എഴുത്തുകളായിട്ട് അത് കാണുവാൻ നമുക്ക് ഇടയാവുന്നത്. നമ്മൾ അടുത്ത ഭാഗത്ത് കടന്നു വരുമ്പോൾ ഈ തിരുവചനത്തെ പലപ്പോഴും പല തരത്തിലുള്ള പ്രതിരൂപ പൂർത്തീകരണമായിട്ട്, അല്ലെങ്കിൽ പൂർത്തീകരണമായിട്ട് അതിനെ നാം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ നിയമം നാം എടുക്കുമ്പോൾ അത് ഒരു തരത്തിലുള്ള പ്രതിരൂപ പൂർത്തീകരണത്തെ ഒരു 3 വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് അതിനെ ചിത്രീകരിക്കുന്നുണ്ട് എന്ന് പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്ന്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ പൂർത്തീകരിക്കുന്നു, അതിനെ ക്രിസ്തുശാസ്ത്ര പൂർത്തീകരണം എന്നും, സഭയുടെ അനുഭവത്തിൽ അവ എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിനെ സഭാശാസ്ത്ര പൂർത്തീകരണം എന്നും, കാലത്തിൻ്റെ അവസാനം ഓരോ കാലാന്ത്യത്തിലും അവ എങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ച് ഭാവികാല പൂർത്തീകരണം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളെയും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധമായിട്ടുള്ള സംഭവങ്ങൾ, വിവിധമായിട്ടുള്ള ദൂതുകൾ, ചരിത്ര സംഭവങ്ങൾ, ഇതിനെയൊക്കെ ഈ 3 തരത്തിൽ കാണുവാൻ, വ്യാഖ്യാനിക്കുവാൻ കഴിയും എന്നാണ് വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ വേദപുസ്തകത്തിലുടനീളം ഇങ്ങനെയുള്ള സൂചകങ്ങളും പ്രതിരൂപങ്ങളും നമുക്ക് കാണാൻ കഴിയും എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള അനേക സൂചകങ്ങളും പ്രതിരൂപങ്ങളും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കാര്യം, ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ഇസ്രയേലിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ജീവിതം ക്രിസ്തുശാസ്ത്ര പൂർത്തീകരണം ആയിട്ടും, അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്ര ഘട്ടമായിട്ടും, സഭാശാസ്ത്ര ഘട്ടമായിട്ടും, ഭാവികാല ഘട്ടമായിട്ടും വേർതിരിക്കുമ്പോൾ അതിനെങ്ങനെയാണ്
നൽകിയിരിക്കുന്നത്, സൂചിപ്പിച്ചിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഉദാഹരണത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം ഇസ്രയേലിനെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക തവണ പലതരത്തിൽ ഇസ്രയേലിനെ അവിടെ അവതരിപ്പിക്കുകയും അവരെക്കുറിച്ച് പ്രതിപാദിക്കുകയും ആ ഇസ്രയേലിനെ പ്രതീകങ്ങളുടെയും സൂചകങ്ങളുടെയും പ്രതീകാത്മകമായ രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതുപോലെ മറ്റനേക വ്യക്തികളെ, സംഭവങ്ങളെ, ചരിത്രങ്ങളെ, മറ്റ് വസ്തുതകളെ ഒക്കെ ഇതുപോലെ പ്രതീകങ്ങളായിട്ടും സൂചകങ്ങളായിട്ടും പ്രതീകാത്മക രീതിയിൽ അവതരിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം നേരത്തെ ചിന്തിച്ചല്ലോ, കൂടാര ശുശ്രൂഷ, വിശുദ്ധ മന്ദിര ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ പ്രാധാന്യം, ആ ശുശ്രൂഷയുടെ രീതി, നിയമം, ആ വിശുദ്ധ മന്ദിര ശുശ്രൂഷയിലെ യാഗങ്ങൾ, ദിനംതോറുമുള്ള യാഗങ്ങൾ, വർഷാന്തര യാഗങ്ങൾ, അപ്പൊ ഇതൊക്കെ എന്തിനെ പ്രദാനം ചെയ്യുന്നു, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അതിലൂടെ നാം എന്താണ് പഠിക്കുന്നത്, അത് ഇതുപോലെയുള്ളൊരു പ്രതീകാത്മകമായ ഒരു വിവരണമാണ് വിശുദ്ധ മന്ദിര ശുശ്രൂഷ എന്ന് പറയുന്നത്. നോഹയുടെ കാലത്തെ പ്രളയം ഇതുപോലെയുള്ളൊരു പ്രതീകാത്മകമായ ഒരു സംഭവമാണ്. ആ പ്രളയം സ്നാനത്തെ സൂചിപ്പിക്കുന്നു എന്ന് നാം പഠിക്കുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് യഹോവ മോശയോട് പറഞ്ഞ് പാറയിൽ നിന്ന് അവർക്ക് വെള്ളം നൽകുന്ന അനുഭവം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പാറ ആരായിരുന്നു? ആരാണ് ആ വെള്ളം അവർക്ക് നൽകിയത്? മന്ന ഇസ്രായേൽ ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുത്തു. ആ മന്ന എന്തിനെ പ്രധാനം ചെയ്യുന്നു? ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അതിനൊക്കെ പ്രത്യേകമായ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്നും അത് യഥാർത്ഥമായിട്ട് ഇതിനെ പ്രദാനം ചെയ്യുന്നുവെന്നും നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ 3 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 3 ഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുശാസ്ത്ര ഘട്ടവും സഭാശാസ്ത്ര ഘട്ടവും അതുപോലെ ഭാവികാല ഘട്ടവുമായിട്ട് നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിനെ അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒന്നാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ച് വരുത്തി. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയത് ആരെയാണ്? നമുക്കറിയാം. അതിനെ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 16 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിന് സമാധാനവും കരുണയും ഉണ്ടാവട്ടെ. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള, ഇസ്രായേലിനെ പരാമർശിക്കുന്ന ഒരു കാര്യം. പുതിയ നിയമത്തിൽ ഇസ്രായേലിന്റെ ചരിത്രത്തെ, ഇസ്രായേലിന്റെ മിസ്രൈമിൽ നിന്നുള്ള യാത്രയെ, ആ ജനവിഭാഗത്തെ ഈ ഭാഗത്ത് എടുത്ത് അല്ലെങ്കിൽ അവരെ കുറിച്ച് നൽകുകയാണ്, സംസാരിക്കുകയാണ്. ഇനി അത് ഭാവി കാലഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. അപ്പൊ ഇത് ഇസ്രായേലിന്റെ ആ മിസ്രൈമിൽ നിന്നുള്ള അവരുടെ പുറപ്പാട്, യാത്ര, അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട, അനുസരിക്കേണ്ട നിയമങ്ങൾ, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹം, അവരിൽ ദൈവം നൽകിയ അവകാശത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു വന്ന വ്യക്തികളുടെ ഒരു സംഖ്യയാണ്, എണ്ണത്തെയാണ് നാം വെളിപ്പാട് 7-ന്റെ 4 കാണുന്ന 144,000 എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു ഇസ്രായേലിന്റെ ചരിത്രത്തെ, ഇസ്രായേലിനെ സംബന്ധിച്ച് ക്രിസ്തുശാസ്ത്ര ഘട്ടത്തിൽ അതിനെങ്ങനെ പ്രതിപാദിക്കുന്നുവെന്നും, സഭാശാസ്ത്ര ഘട്ടത്തിൽ ആ ജനത്തെ എടുത്തു കാണിക്കുവാനും വിവരിക്കുവാനും അവിടെ പ്രതിപാദിക്കുന്ന കാര്യവും
ഭാവി കാലഘട്ടം ആ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ലഭിക്കേണ്ട അവസാന അനുഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അവകാശത്തിലേക്ക് കടന്നു വരുന്ന മുദ്രയേറ്റ ആ മക്കളുടെ ഒരു സംഖ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ, ഇങ്ങനെയുള്ള സൂചകങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണുവാൻ നമുക്ക് കഴിയും. ഇത് നമ്മോട് സംസാരിക്കുന്നത് ഈ പാഠത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തിരുവെഴുത്തുകൾക്ക് ഒരൊറ്റ ദിവ്യ രചയിതാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്തുകളുടെ വിവിധ ഭാഗങ്ങൾ പരസ്പരം യോജിച്ചും പൊരുത്തപ്പെട്ടും പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവെഴുത്തിലെ ഒരു ചോദ്യം ഒരുപക്ഷെ മറ്റൊരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം എടുത്തായിരിക്കും നമ്മൾ ഉത്തരമായിട്ട് കണ്ടെത്തുന്നത്. ഒരു പുസ്തകത്തിലെ ഒരു പ്രതിപാദ്യത്തിന്റെ വ്യാഖ്യാനം മറ്റൊരു പുസ്തകത്തിലെ ഒരു ഭാഗത്തിൽ നിന്നായിരിക്കും നമ്മൾ കണ്ടെത്തുന്നത്. അത് അത്രമാത്രം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട ദൈവശാസ്യമായ വചനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നതിന്റെ അല്ലെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഒരു നല്ല മാതൃകയാണ്. നാം തുടർന്ന് ചിന്തിക്കുന്നത് യോശുവ ഒരു മുൻ മാതൃക ആകുന്ന ഒന്നാണ്. നമ്മൾ പാഠത്തിന്റെ ആരംഭത്തിൽ നാം കണ്ടതുപോലെ യഥാർത്ഥ യോശുവ കർത്താവായ യേശു ക്രിസ്തു തന്നെയാകുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു മുൻ മാതൃകയായിട്ട് യോശുവയെ നാം ഇവിടെ കാണുകയാണ്. അനേക കാര്യത്തിലുള്ള യോശുവയുടെ പ്രവർത്തനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകളോട് തുല്യമായി നിൽക്കുന്നതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോശുവയും അതുപോലെ മോശയും ഈ ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളിലും ഈ ഒരു സമാനത നമുക്ക് കാണുവാൻ കഴിയും. അനേക സമാനതകൾ അവിടെ നൽകിയിട്ടുണ്ട്. ഈ മോശയുടെയും യോശുവയുടെയും ഇസ്രായേൽ ജനമായിട്ടുള്ള അവരുടെ യാത്രയിൽ, അവരുടെ ജീവിത അനുഭവങ്ങളിൽ ആ ജനത്തിന് ഈ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുവാൻ ഇടയായി തീർന്ന എല്ലാ കാര്യങ്ങളിലും മോശയും യോശുവയും ഏകദേശം തുല്യമായി തന്നെ അല്ലെങ്കിൽ ഒരുപോലെ തന്നെ അവിടെ കാണപ്പെടുന്നു. ഈ രണ്ട് വ്യക്തികളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു മുൻ മാതൃക ആണ് എന്ന് ഈ തിരുവനുഭാഗങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മോശയുടെ കാലത്തിന് ശേഷം ദൈവം യോശുവയെ ഒരു പുതിയ മോശയായിട്ട് അല്ലെങ്കിൽ മോശയുടെ സ്ഥാനത്ത് അവിടെ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇവർ രണ്ടുപേരുടെയും ഈ ഉത്തരവാദിത്തത്തിന്റെ കാലഘട്ടത്തിനുള്ളിൽ ഈ രണ്ടുപേരെ സംബന്ധിച്ചും മിസ്രൈമ്യർക്ക് അല്ലെങ്കിൽ മിസ്രൈം ജനത്തിന് അല്ലെങ്കിൽ അവര് കടന്ന് പോന്നിരുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് അവരെ വളരെ ഭയമായിരുന്നു. അവരെക്കുറിച്ച് ഭീതിയോടെ ആണ് മറ്റുള്ളവർ കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ജനത്തെ അവരുടെ യാത്രയിൽ മോശ ചെങ്കടൽ കടക്കുവാൻ ഇസ്രായേൽ ജനത്തെ കൂടെ നിന്നെങ്കിൽ യോർദാൻ കടക്കുവാൻ യോശുവ അവർക്ക് കൂടെ നിന്നു. മോശ ഇസ്രായേൽ ജനത്തെ പരിച്ഛേദന നൽകി വഴി നടത്തിയെങ്കിൽ അതേപോലെ തന്നെ യോശുവയും ഇസ്രായേൽ ജനത്തിന് പരിച്ഛേദന നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെസഹ രണ്ടുപേരുടെയും ആ കാലത്തിൽ ആ സമയത്തിനുള്ളിൽ അവരുടെ യാത്രയുടെ ആ കാലഘട്ടത്തിൽ ആചരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് മാത്രമല്ല രണ്ടുപേരും ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അവര് ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മോശയോടും യോശുവയോടും അവരുടെ കാലിലെ ചെരുപ്പ് ഊരി മാറ്റുവാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. രണ്ടുപേരും തങ്ങളുടെ ദൗത്യത്തിന്റെ അവസാന ഭാഗത്ത് ആ ജനത്തോടൊരു വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ആ ജനവുമായിട്ടൊരു ഉടമ്പടി പുതുക്കുന്ന അനുഭവം രണ്ടുപേരുടെയും ജീവിതത്തിൽ, അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ അവിടെ നാം കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നാം മനസ്സിലാക്കുന്നത് ഈ ലൂക്കോസിന്റെ സുവിശേഷം 10:22, അതുപോലെ യോഹന്നാൻ 14:6, മത്തായി 22:16,
ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് 10:22 വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിതാവ് സകലവും എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 14:24 വായിക്കുമ്പോൾ, എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. നാം ഇവിടെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ യോശുവയും മോശയും ഇസ്രായേൽ ജനത്തെ വഴി നടത്തി അവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനും അതിന് സാക്ഷ്യം വഹിക്കുവാനും അവരുടെ ദൗത്യം അവർ പൂർത്തീകരിച്ചുകൊണ്ട് ആ ജനത്തിനു മുമ്പിൽ ഒരു ഉടമ്പടി പുതുക്കി ആ ഒരു വിടവാങ്ങൽ അനുഗ്രഹ പ്രസംഗമൊക്കെ അവരോട് നടത്തുമ്പോൾ ഇതൊക്കെ അവർക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ഉള്ള ആലോചനയും ദൈവം അവർക്ക് നൽകിയതുമാണ്. ആ ദൈവത്തെ സംബന്ധിച്ച് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട യോഹന്നാൻ 14:24, എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെ അത്രേ. അപ്പോ അവിടെയൊക്കെ സംസാരിച്ചത്, ഈ മോശയോടും യോശുവയോടും ഇസ്രായേലിനോടും സംസാരിച്ചത് കർത്താവായ യേശുക്രിസ്തു തന്നെയായിരുന്നു. ഇപ്പൊ യോശുവയും മോശയും ഒക്കെ ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു നിഴലും മുൻ മാതൃകയും ആയിരുന്നു. അപ്പൊ ഈ ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ, അതവർക്ക് ഭാഗിച്ചു കൊടുക്കുവാൻ, ആ യാത്രക്കിടയിൽ അവര് യഹോവയായ ദൈവം ആരാണ് എന്ന് മോശയുടെയും യോശുവയുടെയും പ്രവൃത്തികളിലൂടെ, വചനങ്ങളിലൂടെ, അവരുടെ ആഹ്വാനങ്ങളിലൂടെ, അവരുടെ നിർദ്ദേശങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ പിതാവിൽ നിന്ന് ലഭിച്ചു എന്ന് കർത്താവ് യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള സകല വചനങ്ങളും തന്റെ പിതാവിന്റെ ആകുന്നു. അത്തരത്തിൽ ഈ ജനത്തെ വഴി നടത്തുവാൻ മോശയും ഒരുക്കിയത്, അല്ലെങ്കിൽ മോശയ്ക്കും യോശുവയ്ക്കും വേണ്ട എല്ലാ ആലോചനയും എല്ലാ സഹായവും നൽകിയത്, അവർ കൂടെ ഇരുന്നത്, അവർക്ക് എല്ലാ അർത്ഥത്തിലും എല്ലാ സന്ദർഭങ്ങളിലും അവർ കൂടെ യാത്ര ചെയ്തത് കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥ യോശുവ ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിരുന്നു എന്നാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കുന്നത്. ഒരു പുതിയ സമൂഹം സ്ഥാപിക്കുവാനും വാഗ്ദത്ത ദേശത്ത് ഈ ജനത്തെ സ്ഥിരതാമസമാക്കുക, അവർക്കത് എന്നേക്കുമായിട്ട് നൽകി കൊടുക്കുക, അതിനുവേണ്ടിയായിരുന്നു മോശയുടെ കാലഘട്ടത്തിലും യോശുവയുടെ കാലഘട്ടത്തിലും അവർ നടത്തിയ യുദ്ധങ്ങൾ. ഇന്ന് ആത്മീയ ഇസ്രായേലായ ദൈവത്തിന്റെ ജനത്തെ താൻ അരുളി ചെയ്ത പ്രകാരം അവർക്ക് നൽകും എന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗീയ കനാനിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ആത്മജീവിതത്തിന്റെ ഇടയിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ശത്രുവിന്റെ വെല്ലുവിളികളും അതുപോലെ നിരവധി പ്രശ്നങ്ങളും തൻ്റെ മക്കൾ നേരിടുമ്പോൾ അവരോട് കൂടെ നിന്ന് ഇന്നും ശത്രുവിനെ എതിർക്കുവാനും യുദ്ധം ചെയ്യുവാനും അവരെ പരാജയപ്പെടുത്തുവാനും യോശുവയുടെ സ്ഥാനത്ത് നമുക്ക് കർത്താവ് യേശുക്രിസ്തു ഉണ്ട് എന്ന് നമ്മൾ വചനപ്രകാരം വിശ്വസിക്കുന്നു. ഇസ്രായേലിയർക്ക് ഭൂമി വിധിക്കുക എന്ന ആ യോശുവയുടെ ദൗത്യം പോലെ തന്നെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ന വാഗ്ദത്ത മെശിഹ തൻ്റെ ആത്മീയ ഇസ്രായേലിന് തൻ്റെ ആത്മീയ അവകാശം നൽകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തോട് മത്സരിച്ച് അവരുടെ ഹൃദയത്തെ അവർ കഠിനമാക്കി, അതുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ അനേകര് മരുഭൂമിയിൽ നശിച്ചു പോകുവാനിടയായി തീർന്നു എന്നാണ്. നാം മനപ്പാഠവാക്യത്തിൽ വായിച്ചത് ലോകാവസാനം വന്നെത്തിയിരിക്കുന്നുണ്ട്, നമ്മുടെ ബുദ്ധിപദേശത്തിനായിട്ടത് നമ്മോട് സംസാരിച്ചിരിക്കുന്നു, നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും, ലോക അവസാന കാലഘട്ടത്തിലായിരിക്കും നാം ഓരോരുത്തരും, നമുക്ക് ബുദ്ധിപദേശത്തിനായിട്ട് നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ ശരിയായ രീതിയിൽ നമുക്ക് നയിക്കുവാൻ വേണ്ട ആത്മോപദേശങ്ങൾ അടങ്ങുന്ന ദൈവത്തിന്റെ തിരുവചനം നമുക്ക് ഈ നാളുകളിൽ നൽകപ്പെടുമ്പോൾ നാം അതിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും
നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷ സമയത്ത്, തൻ്റെ ഈ ലോക ജീവിതത്തിൽ മോശയുടെ അനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ യോശുവയുടെ അനുഭവത്തിൽ നിന്നും നമ്മൾ കാണുന്ന ഒരു കാര്യം, യാത്രയിൽ മരുഭൂമിയിൽ 40 വർഷത്തിന് ശേഷം അവിടെ അലഞ്ഞു നടന്നതിന് ശേഷമാണ് യോശുവ ജനവുമായിട്ട് കനാനിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ നാം കാണുന്നത് കർത്താവ് യേശു ക്രിസ്തു താൻ സ്നാനമേറ്റതിന് ശേഷം 40 ദിവസത്തിന് ശേഷമാണ് തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ പ്രവേശിച്ചത്. മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ ശുശ്രൂഷയും തൻ്റെ ഉയർപ്പിന്റെ 40 ദിവസമാണ് ആരംഭിച്ചത് എന്ന് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 3 അതുപോലെ 9 മുതൽ 11 ഇവിടെയൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യർ 4:8 വായിക്കുന്നത്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ ജീവിതവും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും കൊണ്ട് സാത്താനെ തോൽപ്പിക്കുവാനും പുറത്താക്കുവാനും നമ്മുടെ ആത്മീയ ശത്രുക്കളെ കീഴടക്കി തന്റെ ജനങ്ങൾക്ക് ആത്മീയ വിശ്രമം നൽകുവാനും താൻ വീണ്ടെടുക്കുന്ന തന്റെ ജനത്തിന് തന്റെ അവകാശം കൊടുക്കുവാനും കർത്താവ് യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ മുൻപാകെ, യോശുവയും മോശയും ഇസ്രായേലിന് എങ്ങനെയായിരുന്നുവോ അതുപോലെ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് യോശുവയും നമ്മളും തമ്മിൽ എന്താണ്? യോശുവയും ഇസ്രായേൽ ജനവും തമ്മിൽ എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിന് യോശുവ ആരായിരുന്നു? അവരുടെ ജീവിതത്തിൽ യോശുവയുടെ സ്ഥാനം എന്തായിരുന്നു? യോശുവ ഇസ്രായേൽ ജനത്തിന് നൽകി കൊടുത്ത അല്ലെങ്കിൽ ചെയ്തു കൊടുത്ത നിരവധി കാര്യങ്ങൾ എന്തായിരുന്നു? ഇതൊക്കെ നമ്മെ സംബന്ധിച്ച് നാമും കർത്താവ് യേശു ക്രിസ്തുവും തമ്മിൽ എന്ത് ബന്ധമുണ്ട്? ആ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ കാണുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു? ആ യേശുവിന്റെ വചനങ്ങളെ നാം എങ്ങനെ അനുസരിക്കുന്നു? നാം അത് പ്രാവർത്തികമാക്കുന്നു? ഇത് യോശുവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തു നാമും തമ്മിൽ ഉള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോസ്തല പ്രവൃത്തികൾ 20:32 വാക്യം പറയുന്നത്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളിപ്പോഴേ പരിമേൽപ്പിക്കുന്നു. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം യോശുവ നിഴലായിരിക്കുന്നതിന്റെ അന്തിമവും പൂർണ്ണമായ പൂർത്തീകരണം യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിലാണ് പൂർത്തീകരിക്കുന്നത്. നാം ഈ വായിച്ച് കേട്ട വചനങ്ങളൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിനാൽ തൻ്റെ ജനത്തിന് നൽകുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും നിത്യരാജ്യവും യോശുവ തൻ്റെ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് കനാൻ ഭാഗിച്ചു കൊടുത്തതുപോലെ നാം ഈ വചനം പ്രമാണിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് യോശുവയോട് എങ്ങനെ ജനം ചേർന്ന് നിന്ന് യോശുവ അനുസരിക്കുകയും ബഹുമാനിക്കുകയും കീഴ്പ്പെടുകയും ചെയ്തു. അത് മുഖാന്തരം അവർക്ക് ആ വാഗ്ദത്ത കനാൻ ഭാഗിച്ചു നൽകപ്പെട്ടുവെങ്കിൽ കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ കനാന്റെ അവകാശികളായിരിക്കുന്ന നാം ഓരോരുത്തരും നാം ഈ വായിച്ചു കേട്ട വചനപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് മുൻപിലുള്ള യോശുവ എന്ന കർത്താവ് യേശു ക്രിസ്തു ആ സ്വർഗീയ കനാൻ നമുക്ക് സ്വന്തമായിട്ട് വിഭാഗിച്ച് നൽകും. 2 കൊരിന്ത്യർ 3:18 പറയുന്നത്, നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഏത് പ്രതിമ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന്. അതുകൊണ്ട് 2 തിമോഥെയോസ് 4:7 പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു വാടാത്ത കിരീടം നമ്മുടെ യോശുവായ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആത്മീയ അവകാശത്തോടൊപ്പം നമുക്കായി നമ്മുടെ കർത്താവ് ഒരുക്കുന്ന ആ വാടാത്ത കിരീടം പ്രാപിക്കുവാനും ദൈവമക്കളായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആ നിത്യഭവനത്തിൽ നമുക്ക് ആയിരിക്കാനും
ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദിനംതോറും നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠം ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിങ്ങൾ പഠിച്ച വചനത്തിൽ നിന്ന് ഇസ്രയേലും മോശയും യോശുവയും ഇസ്രയേലിന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള വ്യക്തികളും അവരുടെ ജീവിതത്തെ സ്വാധീനിച്ച നേതാക്കന്മാരും ആയിരുന്നു. അവർ മുഖാന്തരം ദൈവം അവർക്ക് പിതാക്കന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത കനാൻ അവകാശമാക്കുവാൻ യോശു മുഖാന്തരം അവർക്കിടയായി തീർന്നു എങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു അടിയങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ആ നിത്യ ഭവനം, ആ നിത്യ രാജ്യം അടിയങ്ങൾക്ക് അവകാശമാക്കി തീർക്കുവാൻ ഞങ്ങൾ കർത്താവ് അടിയങ്ങളെ അനുഗ്രഹത്തിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ യേശുവുമായിട്ട് അടിയങ്ങൾക്ക് ആ നിത്യ രാജ്യത്തിൽ നിത്യ സന്തോഷത്തിൽ ജീവിക്കുവാൻ അടിയങ്ങളും ദൈവജനം പ്രമാണിച്ചുകൊണ്ട് യേശുവിനെ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിർമ്മതരായി ഉണർന്നിരിക്കുന്നവരായി ജാഗ്രതയുള്ളവരായി ദൈവജനം അടിയങ്ങൾക്ക് ബുദ്ധിയോപദേശത്തിന് നൽകിയിരിക്കുന്ന തിരുവചനങ്ങളെ പഠിച്ചുകൊണ്ട് അടിയങ്ങൾ സുബോധമുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളോട് സഹായിക്കണം. ഈ പാഠം പഠിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും, ശ്രവിക്കുന്നവരെയും, അത് ചിന്തിക്കുന്നവരെയും അവിടുത്തെ കൃപ ധാരാളമായി നൽകണം. അനുഗ്രഹത്താൽ നിറയ്ക്കണം. മനോമത കർത്താവെ അവിടെ നിൽക്കണം. അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുവിനെ നാം ചോദിക്കുമ്പോൾ കൃപയോട് കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.